എടാ ലോറസ് അവാർഡ് നേടിയതുകൊണ്ടൊന്നല്ല മെസ്സി ലോകാത്ഭുതം നമ്മൾ പറയുന്നത്. അവനൊറ്റ കാരണം മതി. ഒരു കളിക്കാരൻ നന്നായിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ട് അതേ കളിക്കാരൻ തന്നെ യൂസിൽ നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗോൾഡൻ ബൂട്ടും ബാലൻഡൂറും അവനെ തേടിയെത്തും. അതേപോലെ ഒരു കളിക്കാരൻ നന്നായിട്ട് പ്ലേ മേക്ക് ചെയ്തിട്ട് അവൻ തന്നെ യൂസിൽ നേടിക്കഴിഞ്ഞാൽ പ്ലേ മേക്കർ അവാർഡും ബാലൻഡൂറും അവന് തന്നെ കിട്ടും. പക്ഷേ ഗോൾഡൻ ബൂട്ടും പ്ലേ മേക്കർ അവാർഡും ഒരുമിച്ച് ഒരു സീസണിൽ വാങ്ങാമെന്ന് പറഞ്ഞാൽ അത് വേറൊരുത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കരയും വെള്ളവും പോലെ വിഭജിച്ച് കിടക്കുന്ന രണ്ട് മേഖല, അത് ഒരിക്കലും ഒത്തുപോകില്ല. ഇത് രണ്ടും ഇവൻ ചെയ്തെന്ന് മാത്രമല്ല, രണ്ടിൽ ഇവൻ തന്നെയാണ് മികച്ചത്. ഡിബ്രൂയിനെ, മോഡ്രിച്ചും റൊണാൾഡോയും ലെവൻഡോസ്കിയും ഹസാർഡും എല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്ന മുതലായത്. ഒരു കളിക്കാരൻ ഒരു ഗോൾഡൻ ബൂട്ട് അല്ലെങ്കിൽ ഒരു ബാലൻഡോറും ഒരു പ്ലേ മേക്കർ അവാർഡോ വാങ്ങാൻ കഷ്ടപ്പെടുന്ന ഈ കാലത്ത് 6 ഗോൾഡൻ ബൂട്ടും 6 ബാലൻഡോറും 4 പ്ലേ മേക്കർ അവാർഡും വാങ്ങിയിട്ട് ഇവൻ ഒരു കാലഘട്ടം തന്നെ തൻ്റെ കാൽ കീഴിലാക്കിയിട്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോററും ഏറ്റവും മികച്ച അസിസ്റ്റ് പ്രൊവൈഡറും ഏറ്റവും മികച്ച ഡ്രിബ്ലറുമായിട്ട് ഇവൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞോളാം ഇവൻ സംതിങ് സ്പെഷ്യലാന്ന്? അതുകൊണ്ടൊക്കെ തന്നെയാണോ പറയുന്നത് ലയണൽ മെസ്സി സംതിങ് സ്പെഷ്യലിന്?